ഹായ് മക്കളെ, 5ാം ക്ലാസ്സിലെ യൂണിറ്റ് 1ലുള്ള ഒരു പോയമാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത്. എ ഫ്രണ്ട് എന്നുള്ള പോയാണ്. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. യു ഹാവ് മെനി ഫ്രണ്ട്സ് ഹാവ് ഇൻ യു. നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ? നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇഷ്ടം ഫ്രണ്ട്സിനെ എങ്ങനെയൊക്കെയാണ്? വാട്ട് ക്വാളിറ്റീസ് ഡു യു ലൈക്ക് ഇൻ ദം? അവർക്ക് എന്തൊക്കെ ക്വാളിറ്റീസാണ്, അവരുടെ എന്ത് ക്വാളിറ്റീസാണ് നിങ്ങൾക്ക് ഇഷ്ടം? ലവബിൾ ക്യാരക്ടേഴ്സ് ആണല്ലേ, നല്ല സ്നേഹമുള്ള ക്യാരക്ടേഴ്സ് ആണല്ലേ. അതുകൊണ്ട് തന്നെ എന്തും ഷെയർ ചെയ്യും. അപ്പോൾ ഷെയറിങ് കെയറിങ്ങും ഒക്കെ പറ്റും അല്ലേ. നൗ റീഡ് ദ പോയം അബൌട്ട് എ ട്രൂ ഫ്രണ്ട്. ഒരു ട്രൂ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു പോയമാണ് താഴെ തന്നിട്ടുള്ളത്. A friend is one who stands to share your every touch of grief and care. He comes by chance but stays by choice. Your praises he is quick to voice. അപ്പോൾ എന്താണ് ആദ്യത്തെ 2 വരി നോക്കിയാലോ? എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. അതായത് യഥാർത്ഥ സുഹൃത്തിനോട് നമുക്ക് എന്തും ഷെയർ ചെയ്യാം അല്ലേ. നമ്മുടെ ദുഃഖവും സുഖവും സന്തോഷവും നമുക്ക് നമ്മുടെ എന്ത് ചെറുതും വലുതുമായിട്ടുള്ള എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യാം അല്ലേ. ഹീ കംസ് ബൈ ചാൻസ്. അവർ ബൈ ചാൻസ് വന്നവരാണ്. ചിലപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയപ്പം കിട്ടിയ ഫ്രണ്ട്സ് ആയിരിക്കും അല്ലേ. ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരെ നമുക്ക് ഫ്രണ്ട്സിനെ കിട്ടാറുണ്ട്. ഹോസ്പിറ്റലിൽ എന്തിനു പോയാൽ അങ്ങനെയൊക്കെ കിട്ടും. പക്ഷേ ബട്ട് സ്റ്റേസ് ബൈ ചോയ്സ്. നമ്മുടെ കൂടെ നിൽക്കുന്നത് സ്വന്തം ഇഷ്ടത്തോടു കൂടിയായിരിക്കും അല്ലേ. നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ യുവർ പ്രൈസസ് ഹീ ഈസ് ക്വിക്ക് ടു വോയ്സ്. അവരുടെ എല്ലാ പ്രാർത്ഥനയിലും സംസാരത്തിലൊക്കെ നമ്മളും ഉണ്ടാവും അല്ലേ. അടുത്തതോ, no grievous fault or passing whim can make an enemy of him, and though the need be great or small, his strength is your throughout it all. അതായത് നോ ഗ്രീവിയസ് ഫോൾട്ട് ഓർ പാസിങ് വീം ആൻഡ് ക്യാൻ മേക്ക് ആൻ എനിമി ഓഫ് ഹിം. അതായത് എന്താണ്, നമ്മളിൽ ചെറുതായാലും വലുതായാലും ആയിക്കോട്ടെ, ഗ്രവിയസ് ആയിട്ടുള്ള തെറ്റുകൾ വന്നാലും പാസിങ് ആയിട്ടുള്ള എന്ത് ചിന്തകൾ വന്നാലും എന്താണ്, നിങ്ങളുടെ ഫ്രണ്ട് നമ്മളെ ഒരു എനിമി ആയിട്ട്, ഒരു ശത്രുവായിട്ട് കാണൂല എന്നതാണ് കേട്ടോ ആ വരിയിൽ പറയുന്നത്. നമ്മുടെ ആവശ്യം ചെറുതായാലും വലുതായാലും ആയിക്കോട്ടെ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ടാണ് അല്ലേ. നമുക്ക് എന്താവശ്യം വന്നാലും ഫ്രണ്ട് കൂടെ ഉണ്ടാവും അല്ലേ. അടുത്തതായിട്ട് എന്താ, നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി ഹി പ്രേസ് യുവർ ട്രംപ് സൂൺ ടു സീ. അതായത് നോ മാറ്റർ വേർ യുവർ പാത്ത് മേ ടേൺ യുവർ വെൽഫെയർ ഈസ് ഹിസ് ചീഫ് കൺസേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടേക്ക് മാറിപ്പോയാലും നിങ്ങളുടെ നന്മയായിരിക്കും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ മനസ്സിലുണ്ടാവുക കേട്ടോ. ആഗ്രഹം അതായിരിക്കും, മെയിനായിട്ടുള്ള കൺസേൺ അതായിരിക്കും. നോ മാറ്റർ വാട്ട് യുവർ ഡ്രീം മേ ബി ഹി പ്രേസ് യുവർ ട്രംപ് സൂൺ ടു സീ. നിങ്ങളുടെ സ്വപ്നം എന്ത് തന്നെയായാലും അത് നടക്കാൻ വേണ്ടി അവന് പ്രാർത്ഥിക്കുന്നതാണ് അല്ലേ. പിന്നെ അടുത്തത് എന്താ, ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. അതായത് ദർ ഈസ് നോ വിഷ് യുവർ ടങ് ക്യാൻ ടെൽ ബട്ട് വാട്ട് ഇറ്റ് ഈസ് യുവർ ഫ്രണ്ട്സ് ആസ് വെൽ. നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ അത് നടത്തി തരും. ദ ലൈഫ് ഓഫ് ഹിം ഹു ഹാസ് എ ഫ്രണ്ട് ഈസ് ഡബിൾ ഗാർഡഡ് ടു ദ എൻഡ്. ഒരു നല്ല ഫ്രണ്ടിൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, രണ്ടാളുടെ സംരക്ഷണമാണ് അല്ലേ. നമ്മളെ ഫ്രണ്ടിൻ്റെയും കൂടെ സംരക്ഷണമാണ് അല്ലേ. ഫ്രണ്ടിനൊരു എന്തെങ്കിലും ഒരു അബദ്ധം എന്തെങ്കിലും പറ്റുന്നത് പിന്നെ ഈ നല്ലൊരു സുഹൃത്താണെങ്കിൽ സമ്മതിക്കൂല അല്ലേ. ഫ്രണ്ടിൻ്റെയും കൂടെ സംരക്ഷണമാണ് നല്ലൊരു ഫ്രണ്ടിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അടുത്തത് അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് എഴുതണം. വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇമ്പോർട്ടൻ്റ് ആയതെന്നും കൂടെ അവിടെ എഴുതുക കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് അർത്ഥം അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അത് അവിടെ ഇംഗ്ലീഷിലുള്ള അർത്ഥം വേണമെങ്കിൽ മുകളിലുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ്, നിയ എന്നാണെങ്കിൽ നിയ കൊടുക്കുക.
ഏതാ പേര് വെച്ചാൽ ആ പേര് കൊടുക്കുക. വൈ ഈസ് യുവർ ഫ്രണ്ട് ഇമ്പോർട്ടൻറ്റ് യു എന്ന് ചോദിച്ചാൽ എന്താണ് കൊടുക്കുക? മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് നിയ കൊടുക്കുക. ഐ ലൈക്ക് ഹെർ ബിക്കോസ് ഷീ ഹെൽപ്പ് മീ ഇൻ ഓൾ മൈ നീഡ്സ്. എൻ്റെ എല്ലാ ആവശ്യത്തിനും എൻ്റെ ഫ്രണ്ട് ഉണ്ടാകും എന്ന് പറയാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു ലേൺ അബൌട്ട് എ ഗുഡ് ഫ്രണ്ട് ഫ്രം ദ പോയം. ഈ പോയത്തെ ഈ ഫ്രണ്ടിൻ്റെ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഫ്രണ്ടിന് എന്തൊക്കെ വേണമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തൊക്കെയാണ് ഒരു ഫ്രണ്ടിന് ഉണ്ടാവേണ്ട കാര്യങ്ങൾ അല്ലേ? ഈ പോയമിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എ ഗുഡ് ഫ്രണ്ട് വിൽ സ്റ്റാൻഡ് ബൈ അസ് എവൻ ഇൻ ട്രബിൾ. എന്തൊരു അപകടത്തിൽപ്പെട്ടാലും ആ ഫ്രണ്ട് ഉണ്ടാവില്ലേ. വി ക്യാൻ ഷെയർ എനിത്തിങ് വിത്ത് ഹിം. എന്തും ഷെയർ ചെയ്യാൻ പറ്റും. ഹി സീസ് ഓൺലി ദ ഗുഡ് സൈഡ് ഓഫ് എസ്. നമ്മുടെ നല്ല സൈഡ് മാത്രമേ നമ്മുടെ ഫ്രണ്ട് കാണുള്ളൂ അല്ലേ. ഹി വിൽ നോട്ട് ടെൽ എനി വൺ അബൌട്ട് അവർ ഫോൾട്ട്സ്. നമ്മളെ കുറ്റങ്ങളും കുറവുകളും ഒന്നും മറ്റുള്ളവരോട് പറയില്ല. ഹി വിൽ ടേക്ക് കെയർ ഓഫ് എനി ഓഫ് അവർ നീഡ്സ്. നമ്മുടെ എന്താവശ്യവും അവർ നടത്തി തരും. അത് ബിഗ് ഓർ സ്മോൾ, ചെറുതോ വലുതോ ആയിക്കോട്ടെ. ഹി വിൽ പ്രേ ഫോർ ദ സക്സസ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന് സക്സസ് വരാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും പ്രാർത്ഥിക്കും അല്ലേ. അടുത്തത് ഹൗ ഡസ് എ ഫ്രണ്ട്സ് പ്രസൻസ് മേക്ക് യുവർ ലൈഫ് മോർ സെക്യൂർ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് കൂടുതൽ സെക്യൂർ ആയിട്ട് സുരക്ഷിതത്വമായിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ആൻസറായിട്ട് നമുക്ക് എന്തെഴുതാം? ബിക്കോസ് ദേ ഓഫർ കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ സ്ഥിരമായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും സപ്പോർട്ടും നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് തരുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് ദ പോയം എൻകറേജ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട്സ്. ഈ പോയത്തിൽ നിന്ന് നമുക്ക് നല്ല ഫ്രണ്ട്സിന് വേണ്ട ക്വാളിറ്റീസ്, നമുക്ക് നല്ല ഒരു ഫ്രണ്ട് ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എൻകറേജ് ചെയ്യുന്നതെന്ന് ഒന്ന് എഴുതാം കേട്ടോ. ദ പോയം എൻകറേജസ് അസ് ടു ബി ഗുഡ് ഫ്രണ്ട് ബൈ എൻഫസൈസിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലോയാലിറ്റി. പിന്നെയോ സപ്പോർട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. നമുക്ക് നമ്മുടെ ഫ്രണ്ടിന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നത്? സപ്പോർട്ട്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് വിശ്വസ്തത. ഇനി ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്. നിങ്ങളുടെ ഫ്രണ്ടിന് വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കംപ്ലീറ്റ് ദ വേർഡ് വെബ് ഗിവൺ ബിലോ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന വേർഡ് വെബ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ഇതിൽ തന്നിട്ടുണ്ട് കേട്ടോ. എ ഗുഡ് ഫ്രണ്ട്, അതിന് ഒന്ന് തന്നത് ഷെയറിങ് ആണ്. പിന്നെ എന്തൊക്കെ എഴുതാം? റെസ്പെക്റ്റ്ഫുൾ എഴുതാം അല്ലേ. പിന്നെയോ ലോയാലിറ്റി, വിശ്വസ്തത എഴുതാം അല്ലേ. പിന്നെയോ ഹെൽപ്പിംഗ് എഴുതാം, സഹായം ചെയ്യുന്ന ആളാവണ്ടേ. പിന്നെ ഹോണസ്റ്റി, സത്യസന്ധനാവണം അല്ലേ. പിന്നെ നമുക്ക് കെയറിങ്, അതും എഴുതാം. അടുത്തത് ആക്ടിവിറ്റി 2 ആണ്. റീഡ് ദ ലൈൻസ് ഓഫ് ദ പോയം. നമ്മുടെ പോയത്തെ 2 ലൈൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അത് വായിച്ച് നോക്കാനാണ് കേട്ടോ പറയുന്നത്. എ ഫ്രണ്ട് ഈസ് വൺ ഹൂ സ്റ്റാൻഡ്സ് ടു ഷെയർ യുവർ എവറി ടച്ച് ഓഫ് ഗ്രീഫ് ആൻഡ് കെയർ. അങ്ങനെ നമ്മുടെ പോയമിലെ 2 വരി തന്നിട്ടുണ്ട്, 2 ലൈൻസ് തന്നിട്ടുണ്ട്. ദ വേർഡ്സ് കെയർ ആൻഡ് ഷെയർ ആൻഡ് വിത്ത് ദ സെയിം സൗണ്ട്. കെയർ ഷെയർ എന്ന് പറയുമ്പോൾ അത് തീരുമ്പോഴുള്ള സൗണ്ട്, നിർത്തുമ്പോഴുള്ള സൗണ്ട് സെയിം അല്ലേ, എൻഡിൻ്റെ സൗണ്ട്. ദേ ആർ കോൾഡ് റൈമിങ് വേർഡ്സ്. അങ്ങനെ ലാസ്റ്റ് ഒരേ സൗണ്ട് ആവുന്ന വേർഡ്സിനാണ് നമ്മൾ റൈമിങ് വേർഡ്സ് എന്ന് പറയുന്നത്. ഫൈൻഡ് ഔട്ട് മോർ റൈമിങ് വേർഡ്സ് ഫ്രം ദ പോയം. ഇപ്പം പോയത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ റൈമിങ് വേർഡ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുട്ടികൾ കണ്ടെത്തുക. ഞാൻ കുറച്ച് റൈമിങ് വേർഡ്സ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഏതൊക്കെയാണ്? ചോയ്സ്, വോയിസ്, വിം, ഹിം, സ്മോൾ, ഓൾ, ടേൺ, കൺസേൺ, ബി, സി, ടെൽ, വെൽ, ഫ്രണ്ട്, എൻഡ്. ഓക്കെ അല്ലേ. ഇനി ആക്ടിവിറ്റി 3 നോക്കിയാലോ. യു ഓൾ ഹാവ് ഫ്രണ്ട്സ്, ഹാവിൻറ്റ് യു? ഡു യു നോ ദ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് ഓഫ് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഇല്ലേ? പക്ഷേ അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയോ? ആസ്ക് യുവർ ഫ്രണ്ട്സ് അബൌട്ട് ദെയർ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അവർക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ചോദിക്കുക. എന്നിട്ട് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. അതിനാണ് ഈ സ്ഥലം തന്നിട്ടുള്ളത്. ആൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ഫോർ യു. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ടോമി ലൈക്സ് ഫുട്ബോൾ. ടോമിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്. ഹീ ഡസൻറ്റ് ലൈക്ക് ക്രിക്കറ്റ്. പക്ഷേ അവന് ക്രിക്കറ്റ് ഇഷ്ടമല്ല. അതുപോലെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് എന്താണോ ഇഷ്ടം, എന്താണോ ഇഷ്ടമില്ലാത്തത്, അങ്ങനെ ഓരോ ഫ്രണ്ട്സുകളോട് ചോദിച്ചിട്ട് എഴുതാൻ കുറച്ച് ഇവിടെ ഞാൻ എക്സാമ്പിൾസ് കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾ അതുപോലെ തന്നെ ഫ്രണ്ട്സുകളോട് ചോദിച്ചിട്ട് എഴുതുക. നിയ ലൈക്സ് ഐസ്ക്രീം. ഷീ ഡസൻറ്റ് ലൈക്ക് പോപ്കോൺ. അനഘ ലൈക്ക് മന്തി. ഷീ ഡസൻറ്റ് ലൈക്ക് കപ്സ.
അതുപോലെ എന്ത് കൊടുക്കാം? നിഹാൽ ലൈക്ക് ആപ്പിൾ, ഹീ ഡസൻറ്റ് ലൈക്ക് ഗ്രേപ്സ്. അതുപോലെ നമ്മുടെ വേറൊരു കുട്ടീൻ്റെ പേര് കൊടുക്കാം. പിന്നെന്താ കൊടുക്കാം? അരുൺ ലൈക്സ് ടീഷർട്ട്, ഹീ ഡസൻറ്റ് ലൈക്ക് ഷർട്ട്സ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ അങ്ങനെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് എടുക്കുന്ന ഭാഗം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായാൽ കൂടുതൽ കുട്ടികളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റീസും പോയമും ചാപ്റ്റേഴ്സൊക്കെ ആയിട്ട് വരാം. ബൈ.